ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് വിലക്കേർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഉത്തരവിനെ സ്റ്റേ. മസാച്യൂസെറ്റ്സ് ഡിസ്ട്രിക്ട് കോടതി ജഡ്ജ് അല്ലിസൺ ബറ്റഫ്സാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. ഹാർവാർഡ് നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. 2 ആഴ്ചത്തേക്കാണ് സ്റ്റേ നൽകിയത്. സർക്കാർ തീരുമാനം പ്രാബല്യത്തിലായാൽ വിദ്യാർത്ഥികളെ ബാധിക്കുമെന്ന നിരീക്ഷണത്തിലാണ് കോടതിയുടെ ഉത്തരവ്. ഈ മാസം 29-ന് കേസിന്റെ അടുത്ത വാദം കേൾക്കും. സർക്കാരിന്റെ നടപടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും നിയമത്തിനുമെതിരാണെന്ന് വാദിച്ചായിരുന്നു ഹാർവാർഡ് കോടതിയെ സമീപിച്ചത്. സർവകലാശാലയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകുന്ന വിദേശ വിദ്യാർത്ഥികളുടെ 4-1 പേരെ ഇല്ലാതാക്കുവാനുള്ള നടപടിയാണിതെന്നും ഹാർവാർഡ് പറഞ്ഞു. നിയമവിരുദ്ധവും അനാവശ്യവുമായ നടപടിയെ അപലപിക്കുന്നതായി ഹാർവാർഡ് പ്രസിഡന്റ് അലൻ ഗാർബർ പ്രതികരിച്ചു. എന്നാൽ ക്യാമ്പസിൽ അമേരിക്കൻ വിരുദ്ധ, യഹൂദവിരുദ്ധ, തീവ്രവാദ അനുകൂല പ്രക്ഷോഭകരുടെ വിപത്ത് അവസാനിപ്പിക്കുവാൻ ഹാർവാർഡ് ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി അബിഗെയിൽ ജാക്സൺ പറഞ്ഞു. ജഡ്ജിക്ക് ലിബറൽ അജണ്ടയുണ്ടെന്നായിരുന്നു ഉത്തരവ് സ്റ്റേ ചെയ്തതിന് പിന്നാലെ അദ്ദേഹം പ്രതികരിച്ചത്. കുടിയേറ്റ നയത്തിലും ദേശീയ സുരക്ഷാ നയത്തിലും ട്രംപ് ഭരണകൂടം അവരുടെ ശരിയായ നിയന്ത്രണം പ്രയോഗിക്കുന്നത് തടയുവാൻ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാർക്ക് അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർവകലാശാലയുടെ സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ ഉടൻ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ റദ്ദാക്കിയതായി കഴിഞ്ഞ ദിവസം ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം ഉത്തരവിറക്കുകയായിരുന്നു. അക്രമം, യഹൂദവിരുദ്ധത, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ഏകോപനം എന്നിവ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വളർത്തുന്നുവെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചായിരുന്നു നടപടി. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി പ്രാബല്യത്തിൽ വന്നാൽ 100 കണക്കിന് വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ബാധിക്കും. ഓരോ വർഷവും 500 മുതൽ 800 വരെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഹാർവാർഡിന്റെ ഭാഗമാകുന്നുണ്ടെന്ന് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ സൂചിപ്പിക്കുന്നു. നിലവിൽ 788 വിദ്യാർത്ഥികളാണ് സർവകലാശാലയിൽ ചേർന്നിട്ടുള്ളത്. ഏകദേശമാകെ 6800ഓളം വിദേശ വിദ്യാർത്ഥികളാണ് ഹാർവാർഡിൽ പ്രവേശനം നേടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഡിഗ്രി പ്രോഗ്രാമിലേക്കാണ് പ്രവേശനം നേടിയിരിക്കുന്നത്.